ആർ യു ഹെൽത്തി? ഇന്ന് അധിക പേരും നേരിടുന്ന ഒരു പ്രശ്നമാണ് വായ്നാറ്റം. ചില ഭക്ഷണങ്ങൾ, വരണ്ട വായ, ഓറൽ ഹൈജീന്റെ കുറവ് ഇവയെല്ലാം വായ്നാറ്റത്തിന് കാരണമാകും. വായ്നാറ്റം പ്രതിരോധിക്കാവുന്ന ചില പൊടിക്കൈകൾ നമുക്കിന്ന് നോക്കാം. രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മിനിമം ഗാർഗിൾ ചെയ്യുകയെങ്കിലും ചെയ്യണം. ഭക്ഷണം കഴിച്ചതിന് ശേഷം വലിയ ജീരകം കഴിക്കുക. ഇത് ദഹനക്കേട് കുറയ്ക്കുന്നതിനും വായ്നാറ്റം അകറ്റുന്നതിനും സഹായിക്കും. പുതിന ഇല ശ്വാസത്തിനും വായ്ക്കും പുതുമണം നൽകും. ഗ്രാമ്പൂവും വായ്നാറ്റം അകറ്റാനുള്ള നല്ലൊരു മരുന്നാണ്. ഏലക്ക ചവയ്ക്കുകയോ ഏലക്ക കൊണ്ട് ചായ ഉണ്ടാക്കി കുടിക്കുകയോ ചെയ്താൽ വായ്നാറ്റം മാറും. പച്ചമല്ലി വായിലിട്ട് ചവച്ചാൽ വായ്നാറ്റം കുറയും. ഭക്ഷണത്തിനു ശേഷം ഒരു കഷ്ണം കറുവപ്പട്ട ചവച്ച് നീരിറക്കിയാൽ വായ്നാറ്റം കുറയും. കറുവപ്പട്ട ഉപയോഗിച്ച് വായ്നാറ്റം കുറയ്ക്കുവാനുള്ള മൗത്ത് വാഷ് തയ്യാറാക്കിയെടുക്കാം. ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 3 ടേബിൾ സ്പൂൺ കറുവപ്പട്ടയുടെ പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ലായനിയെ നമുക്ക് മൗത്ത് വാഷ് ആയി ഉപയോഗിക്കാം. വയമ്പ്, ഉപ്പ്, കുരുമുളക്, ചന്ദനം, രാമച്ചം, ചെറിയ ജീരകം എന്നിവ ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് വായ് കഴുകുന്നത് വായ്നാറ്റം അകറ്റുന്നതിനും പല്ലുകൾക്ക് ആയുസ്സും ആരോഗ്യവും തിളക്കവും നൽകുന്നതിനും നല്ലതാണ്. ചെറുനാരങ്ങയുടെ തൊലി ഉണക്കി പൊടിച്ച് ഉപ്പ്, 2 തുള്ളി നല്ലെണ്ണ ഇവ ചേർത്ത് പല്ല് തേക്കുന്നത് വായ്നാറ്റം ഇല്ലാതാക്കും. വേപ്പിന്റെ തൊലി ചുട്ട ഭസ്മം കൊണ്ട് പല്ല് തേച്ചാൽ വായ്നാറ്റം മാറും. പല്ലിന് ആരോഗ്യവും ബലവും ലഭിക്കും. കുരുമുളക്, ഉപ്പ് ഇവ ചേർത്ത് പല്ല് തേച്ചാൽ വായ്നാറ്റം കുറയും.